Hi, hello, welcome all to Nisha's Online Academy. നമ്മൾ പ്രോബബിലിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോബബിലിറ്റിയുടെ ഇൻട്രോ വീഡിയോ നമ്മൾ കണ്ടു, ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് കണ്ടു. അതേപോലെ തന്നെ പ്രോബബിലിറ്റിയുടെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് തിയറംസിലേക്കാണ് കിടക്കുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അഡീഷണൽ തിയറം ആണ്, പ്രോബബിലിറ്റിയുടെ അഡീഷണൽ തിയറം ആണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാർഡ് ഗെയിംസിൽ എങ്ങനെയായിരിക്കും കാർഡുകളുടെ എണ്ണം എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ട്. അപ്പോൾ മറക്കാതെ ഇഷ്ടപ്പെടുന്ന കുട്ടികളെല്ലാവരും ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എക്സാമിന് പ്രോബബിലിറ്റിയിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. സോ ജോയിൻ ചെയ്യുക നിഷാസ് ഓൺലൈൻ അക്കാഡമിയിൽ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും പിന്നെ അതേപോലെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെയിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. നമുക്ക് പ്രോബബിലിറ്റി എന്നുള്ള ഏരിയയിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. ഓക്കെ, സോ നോക്കി നോക്കൂ, നമ്മൾ ഇന്ന് അഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ആണ്. തിയറംസിൽ അഡീഷൻ തിയറം ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബേസ് തിയറവും കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്രോബ്ലം വരാനുള്ള ഇതുണ്ട് എന്നുള്ളതാണ്. സോ ഈ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ തിയറംസ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ അഡീഷൻ തിയറം പഠിക്കുമ്പോൾ നമ്മൾ ഒന്ന് പഠിച്ചു വെക്കുക, എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ് എന്താണ്. അപ്പോൾ നമ്മളിന്ന് അഡീഷണൽ തിയറം ആണ് പഠിക്കുന്നത്. അഡീഷണൽ തിയറം പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ട് തരം പ്രോബ്ലംസ് ഉണ്ട്, മ്യൂച്വലി എക്സ്ക്ലൂസീവും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവും. സോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നതാണ് ഞാൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് എന്താണെന്നുള്ളത്. ഒന്നും കൂടിയും പറഞ്ഞുതരാം എന്ന് മാത്രമാണ് നിങ്ങൾക്ക് പ്രോബ്ലത്തിന്റെ ഇത് എഴുതിയിട്ട് ഇക്വേഷൻ ഫോർമുല എഴുതിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉള്ള ഈവൻറ്റ്സ് എന്താണ്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവിന് എപ്പോഴും എക്സാമ്പിൾ ഞാൻ പറയും കോയിൻ ടോസ് എന്നാണ് പറയാം, അല്ലെ? കോയിൻ ടോസിങ്, അതേപോലെ തന്നെ കോയിൻ ടോസ്. അപ്പൊ നോക്കി നോക്കാൻ എന്താണ് കോയിൻ ടോസിനെ അങ്ങനെ പറയാൻ കാരണം. കോയിൻ ടോസിനെ പറയാൻ കാരണം ഐദർ ഹെഡ് വീഴും അല്ലെങ്കിൽ എന്താവാം, ടെയിൽ ആവാം. അപ്പോൾ ഹെഡ് വീഴുന്ന ഒരേ സമയത്ത് ഈ രണ്ടും കൂടി സംഭവിക്കില്ല. അതേപോലെ ഡൈസിന്റെ പ്രോബ്ലത്തിലും നമുക്ക് ഡൈസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം. ഒരിക്കലും ഇത് രണ്ടും കൂടിയിട്ട് ഒന്നും വീഴാൻ പോകുന്നില്ല. സോ ഒരു ഈവന്റ് മറ്റേ ഈവന്റിന്റെ ഒക്കറൻസിനെ തടസ്സപ്പെടുത്തിയാൽ ദാറ്റ് ഈസ് നോൺ ആസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നാണ് നമ്മൾ പറയാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ്സ് എന്നാണ് പറയാം. നമ്മൾ സബ്സെറ്റ്സ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ഇതൊരു ഈവന്റ് എയും ഇതൊരു ഈവന്റ് ബിയും ആണെങ്കിൽ ഇത് രണ്ടും അകന്ന് തന്നെ കിടക്കും, തമ്മിൽ ഇന്റർസെക്ഷൻ ഇല്ല. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അങ്ങനെയല്ല. ഇതിന് കുറച്ച് പേര് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ അതിന് സി എഴുതി. കുറച്ച് പേര് ഫുട്ബോൾ കളിക്കും, കുറച്ച് പേര് ഫുട്ബോളും കളിക്കും, കുറച്ച് പേര് ഈ രണ്ട് കളിയും കളിക്കും, സി ആൻഡ് എഫ് ഉണ്ട് ഇതില്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് എന്ത് വന്നു, നമുക്ക് ക്രിക്കറ്റ് മാത്രം കളിക്കാൻ അറിയുന്നവരുടെ മാത്രം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഇവിടെ ഒരു കർവിലേക്ക് നമ്മൾ ഇതിലേക്ക് വരും. ഓക്കെ, സോ ഇത് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണെന്ന് വെച്ചാൽ രണ്ടും സെപ്പറേറ്റ് ഈവന്റ് ആയിട്ട് ഒരൊറ്റ എണ്ണ ഒരു സമയത്ത് നടക്കുള്ളൂ എങ്കിൽ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ അത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് പറയാം എന്നുള്ളതാണ്. വേറൊരു തരത്തിൽ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. മ്യൂച്വലി എക്സ്ക്ലൂസീവിന്റെ പ്രോബബിലിറ്റി ഓഫ് ഇതിലെ എ ഇന്റർസെക്ഷൻ ബി ഇല്ല ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് ഇവിടെ ഇത് ഇല്ല, ഇന്റർസെക്ഷൻ അവിടെ ഇല്ല, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ അഡീഷണൽ തിയറം അവിടെ ഉപയോഗിക്കാനും നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഇനി അഡീഷണൽ ഇവിടെ നമുക്ക് രണ്ട് യൂണിയനും ഉണ്ട്. അപ്പൊ ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കാർഡ്സിന്റെ എടുക്കുമ്പോൾ ഏസ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്,
അതേപോലെ ഫേസ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒന്നോ രണ്ടോ കാർഡുകൾ കൂടുതൽ എടുക്കാൻ പറ്റും. സോ അത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവിലാണ് ഏതൊക്കെ വരിക, കാർഡ് ഗെയിംസ് ഒക്കെ വരുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവുമായിട്ട് രണ്ട് തരം ടൈപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് രണ്ട് പ്രോബബിലിറ്റിയും രണ്ട് ഇവന്റിന്റെയും പ്രോബബിലിറ്റിയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി കിട്ടും. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാൻ പറഞ്ഞാൽ ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഇതിന്റെ കേസിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഇവിടെ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇല്ല, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇത് വരും, അങ്ങനെ വരും. അപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ? പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്തു തുടങ്ങാം. അപ്പൊ ഒന്നും കൂടിയും ക്ലിയർ ആവും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണോ എക്സ്ക്ലൂസീവ് അല്ലേ എന്ന് നോക്കിയിട്ട് നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ട് ഉള്ളത് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഒരു ഡൈസ് ഇട്ടു. ഡൈസ് നമ്മൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ചിലപ്പോ നമുക്ക് പ്രോബ്ലം കിട്ടുന്ന സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാ വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് അപ്പൊ നേരിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് അഡീഷൻ തിയറത്തിന്റെ പ്രോബ്ലം മാത്രമാണ് നമുക്കിപ്പോ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. 52 കാർഡിൽ നിന്നും ഒരു പാക്ക് കാർഡ് നമ്മൾ വലിച്ചെടുത്തു. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ കിങ് ഓർ എ ക്വീൻ. അതൊരു കിങ് ആവാനോ ക്വീൻ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ കിങ്ങും ആവാം, അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് കിങ് ആവാം, അതല്ലെങ്കിൽ അതെന്താവാം ക്വീൻ ആവാം. അപ്പൊ കാർഡ്സിന്റെ ആണ്. കാർഡ്സിന്റെ കേസിലാവുന്ന സമയത്ത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അറ്റ് എ ടൈം നമുക്ക് ഒന്നോ രണ്ടോ കാർഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുക്കാൻ പറ്റും. സോ എടുക്കുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് കിങ്സ്, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് കിങ് എത്രയാണ്? 4 കിങ് ഉണ്ട് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് ക്വീൻ എത്രയാണ്? ഓരോ കളറിലും ക്വീൻ ഉണ്ടല്ലോ, അപ്പൊ 4 ക്വീൻ ഉണ്ട്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് കിങ് ഓർ ക്വീൻ, അപ്പൊ പ്രോബബിലിറ്റി ഓർന്ന് എഴുതാട്ടോ. ഈ യൂണിയന് പകരം വേണമെങ്കിൽ എന്ത് എഴുതാം? ഓർന്ന്. പക്ഷെ ഇങ്ങനെ എഴുതിയാൽ മതി യൂണിയൻ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് കിങ് എത്രയാണ്? 4/52. ക്വീൻ 4/52. അപ്പൊ രണ്ടും കൂടി ആകുമ്പോൾ 8/52. അപ്പൊ കട്ട് ചെയ്ത് പോവും. കട്ട് ചെയ്ത് 4 ഡിവൈഡ് ചെയ്യാം. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 52 13 ആവും, 8 2 ആവും. അപ്പൊ ആൻസർ 2/13. ക്ലിയർ ആണോ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എ ഡൈ ഈസ് ത്രോൺ വൺസ്. ഒരു ഡൈസ് നമ്മൾ എറിഞ്ഞാൽ എന്തൊക്കെ വരാം? 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം അല്ലെ. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഇതിൽ ഈവൻ നമ്പർ ഏതൊക്കെയാ? 2 4 6. ഇനി ഓർ എ നമ്പർ ഓർ ഓർ, അപ്പൊ യൂണിയൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് നമ്മളോട് കാണാൻ. ഓർ എ നമ്പർ ഗ്രേറ്റർ ദാൻ 4. ഇവിടെ ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? 5 വരാം, 6 വരാം അല്ലെ. സോ ഇതിന്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ 3 എണ്ണാണ് വരാൻ ചാൻസ്. അപ്പൊ ഇതില് 3/6 ആണ്, ഇതില് 2/6 ആണ്. ഇനി ഇതിലെ കോമൺ ഉണ്ടല്ലോ, ഇതില് 6 ഇതിലും ഉണ്ട്, ഇതിലും ഉണ്ട്. അപ്പൊ ഇതിൽ എന്തുണ്ട്? 1/6 കോമൺ ആണ്, കോമൺ ആയിട്ട്. അപ്പൊ ഇത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഫോർമുലയിൽ ഇട്ടു 3/6 പ്ലസ് 2/6 മൈനസ് 1/6 കോമൺ ഔട്ട്കം ഉണ്ട്. അപ്പൊ 4/6 കട്ട് ഷോർട്ട് ചെയ്തു, 2/3. നല്ല ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ അഡീഷൻ തിയറത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വായിച്ചു നോക്കൂ. ഇൻ എ ക്ലാസ്, നിങ്ങൾ എന്നെ സ്വയം ചെയ്യാൻ നോക്കൂ. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 25, നമ്മളെ എക്സാമ്പിൾ പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ. ഈ 25 ലൈക്ക് ക്രിക്കറ്റ്, 25 പേർക്ക് ക്രിക്കറ്റ് ആണ് ഇഷ്ടം. 20 ലൈക്ക് ഫുട്ബോൾ, 20 പേർക്ക് ഫുട്ബോൾ ആണ് ഇഷ്ടം. ആൻഡ് 10 പേർക്ക് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ആണ്. ശരി, ആയിക്കോട്ടെ.
Find the probability that a randomly selected student likes cricket or football. ക്രിക്കറ്റും ഇഷ്ടമാണ് അവർക്ക്, ഫുട്ബോളും ഇഷ്ടമാവുന്ന എത്ര പേരുണ്ടാവും? റാൻഡംലി സെലക്ട്, ഒരു കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്താൽ ക്രിക്കറ്റും ഫുട്ബോളും ഇഷ്ടപ്പെടുന്ന എത്ര കുട്ടികൾ ഉണ്ടാവും? പ്രോബബിലിറ്റി, ചാൻസ് എത്ര പേരുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രോബബിലിറ്റി എത്രയാ? ഇത് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആ? 60. അപ്പൊ 25/60 ആണ് ഒരു ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ക്രിക്കറ്റിന്റെ പ്രോബബിലിറ്റി ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് 25/60. പ്രോബബിലിറ്റി ഓഫ് ഫുട്ബോൾ എത്രയാണ്? 10/60. അതേപോലെ ബോത്ത് ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ആവുമ്പോൾ ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് അല്ലെങ്കിൽ സി ഇന്റർസെക്ഷൻ എഫ് എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അല്ല, ഫുട്ബോളിൽ 20 പേരാണ്, മറ്റേത് 10 പേരാണ്. 10/60. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 25/60. ഇവിടെ ശരിക്കും ഇതുണ്ട് കേട്ടോ, by 20/60 minus 10/60. അപ്പോ 25 plus 45, 45 minus 10, 35. 35/60 ആണ് ആൻസർ. കട്ട് ഷോർട്ട് ചെയ്യണം എന്നില്ല, കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കട്ട് ഷോർട്ട് ചെയ്തിടാം. From a pack of 52 cards, find the probability that the card drawn is a heart or a king. നമ്മൾ 52 കാർഡ് എടുത്തു, അതിൽ നിന്ന് കാർഡ് ഈസ് ഹാർട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഹാർട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി 13/52. കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 4/52. അപ്പൊ നമ്മളോട് പറഞ്ഞു ഹാർട്ട് ഓർ കിങ്. അപ്പൊ 13 + 52/52 + 4/52 അല്ലേ? അപ്പൊ 13 + 4 17/52. ഇനി ഇത് രണ്ടും കൂടിയിട്ടുള്ളതുണ്ടോ? സോറി, ഇത് രണ്ടും കൂടിയിട്ട് വരുന്നതുണ്ടോ? ഹാർട്ടും ആവണം, അതേപോലെ തന്നെ എന്തും ആവണം? കിങ്ങും ആവണം അല്ലെ? ഹാർട്ടും ആവണം, അതേസമയം കിങ്ങും. അങ്ങനെ എത്ര ഉണ്ടാവും? അങ്ങനെ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഹാർട്ടും കിങ്ങും ആവണമെങ്കിൽ അത് 1/52 ആണ്. സോ 13 + 4 17, 17 - 1 16. 16/52 ആണ് 4/13 ആയിട്ട് വന്നത്. ഓക്കെ, അപ്പൊ മ്യൂച്വൽ രണ്ടും കൂടിയുള്ള ഇന്റർസെക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് നോക്കണം. 2 cards ഓൾസോ, ഇത് നമ്മൾ നോക്കണ്ട, അറ്റ്ലീസ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. സോറി, ഇത് നമുക്ക് കട്ട് ചെയ്യാം, ഇപ്പൊ നമ്മൾ നോക്കണ്ട. നെക്സ്റ്റ്, അടുത്ത. ഇൻ എ സർവേ ഓഫ് 100 people, 50 like ടീ. 40 പേർക്ക് ടീ ഇഷ്ടം. 50 like കോഫി. 50 പേർക്ക് ടീ ആണ് ഇഷ്ടം. 40 പേർക്ക് ടീ ആണ്. 50 പേർക്ക് ഇഷ്ടം കോഫിയാണ്. 22 പേർക്കും ബോത്ത് ഇഷ്ടമാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദി ചൂസൺ ഇസ് ടീ ഓർ കോഫി? ടീ ഓർ കോഫി ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കറിയാലോ ടോട്ടൽ എത്രയാ? 100 ആണ് അല്ലെ? സോ 40/50 + 50/50 - 20/50. ആൻസർ 7/10 എന്ന് പറയുന്നത് അല്ലെ? ഇനി നെക്സ്റ്റ്, നോക്കൂ. എ നമ്പർ ഈസ് സെലക്ടഡ് ഫ്രം 1 to 20. ഒരു നമ്പർ എടുത്തു, 1 to 20 പോലെ നമ്പർ. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പൊ 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരും? 1 to 20 എടുത്താൽ 3 വരും, 6 വരും, 9, 12, 15, 18, 21. ഇതാണ് 3യുടെ മൾട്ടിപ്പിൾസ് അല്ലെ? മൾട്ടിപ്പിൾസ് ഓഫ് 5 എത്ര എണ്ണം വരും? 5, 10, 15, 20. ഇതിൽ കോമൺ ഉണ്ടോ? 5 ഇതിലില്ല, 10 ഇതിലില്ല, പക്ഷെ 15 എന്താണ്? കോമൺ ആണ് അല്ലെ? അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് 3 എത്ര എണ്ണം വന്നു? മൾട്ടിപ്പിൾസ് ഓഫ് 3 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. മൾട്ടിപ്പിൾസ് ഓഫ് 5 എത്രയാ? 1, 2, 3, 4. ഓ, 3യുടെ മൾട്ടിപ്പിൾസ്. ഓക്കെ, ഇനി അപ്പൊ എത്രയുണ്ട് നോക്കി. എല്ലാം കൂടി കോമൺ ആയിട്ടുള്ളത് 1 ഉണ്ട് അല്ലെ? അപ്പോ ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 3
6, multiples of 5 4 1. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ അടിയിൽ എത്ര ഇതുണ്ട്, ടോട്ടൽ ഉണ്ട്. അപ്പോൾ അത് ഡിവൈഡ് ബൈ 20 ആണ് കേട്ടോ. 6/20, 4/20 മൈനസ് 1/20 എന്നുള്ളതാണ് എടുത്തത്. ഓക്കെ, എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 cards. 52 cards എടുത്തു. ഈ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദ കാർഡ് ഈസ് എ റെഡ് കാർഡ്. റെഡ് കാർഡ് പ്രോബബിലിറ്റി എന്താ, 2 റെഡ് ഉണ്ട് അല്ലെ. 13 + 13 26. എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? ഫേസ് കാർഡ്സ് പറഞ്ഞാൽ 3 എണ്ണം അല്ലെ. ജാക്ക്, കിങ്, ക്വീന്, അങ്ങനെ 4 കളറിലും ഇല്ലേ. അപ്പോൾ 12 എണ്ണം. ഓക്കെ, ഇനി റെഡും ഫേസും ആണ്. റെഡ് കാർഡ്, ഫേസ് കാർഡ്സ് 4 എണ്ണം. അപ്പൊ 2 എണ്ണത്തിൽ കൂടി ആവുമ്പോ എത്ര എണ്ണം വരും? 2 എണ്ണത്തിൽ എത്രയുണ്ട്? റെഡ് ഫേസ് കാർഡ്സ്. റെഡ് ഫേസ് കാർഡ്സ്. അപ്പോൾ ഫേസ് കാർഡ്സ് 3 എണ്ണം ഉണ്ട്. 3 ഫേസ് കാർഡ്സ് വെച്ച് 2 കളറിൽ വരുമ്പോ എത്ര എണ്ണം വരും? 6 എണ്ണം വരും. 3 എണ്ണം വെച്ച് 2 എണ്ണത്തിലേക്ക് 6 എണ്ണം വരും. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഡീഷൻ തിയറം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ഇനി ബുക്സ് എടുത്ത് നോക്കിയിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കണം. അപ്പോൾ മ്യൂച്വലി ആണോ എക്സ്ക്ലൂസീവ് ആവണോ നോക്കണം. എന്നിട്ട് അതിനനുസരിച്ച് പ്രോബ്ലം ചെയ്യണം കേട്ടോ. ഇനി പ്രോബബിലിറ്റി ഓഫ്, ഇത് മറക്കരുത്, പ്രോബബിലിറ്റി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി, ഇതോ അതല്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഞാൻ ഒന്നും കൂടി മാറ്റാം. ഇതിൽ ഞാൻ വേണമെങ്കിൽ യൂണിയൻ എഴുതട്ടെ. ഇനി യൂണിയൻ എന്ന് എഴുതാം. ഇത് തന്നെ ഞാൻ വേർഡ്സിൽ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി, യൂണിയന് പകരം ഓർ എന്നാണ് എഴുതുക, is equal to probability of A plus probability of B minus probability of A and B. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ തരും, പ്രോബബിലിറ്റി ഓഫ് ബി തരും, എ ആൻഡ് ബി തരും. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാൻ പറഞ്ഞാൽ ഇതാണ്. ചിലപ്പോൾ എ ഓർ ബി തരും, പ്രോബബിലിറ്റി ഓഫ് എയും തരും, പ്രോബബിലിറ്റി ഓഫ് ബിയും തരും. നമ്മളോട് എ ആൻഡ് ബി കാണാൻ പറയും. അപ്പോൾ വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. എ ആൻഡ് ബിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഇതിനെടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അത്രയേ ഉള്ളൂ ചേഞ്ച്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ക്ലിയർ അല്ലേ? ഇന്റർസെക്ഷൻ വരുമ്പോൾ ആൻഡ് എന്നാണ്, യൂണിയൻ വരുമ്പോൾ ഓർ ആണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പം തന്നെ വേഗം നോട്ട്ബുക്ക് എടുത്ത് പ്രോബബിലിറ്റിയുടെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉള്ളവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ചെയ്തു നോക്കൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, എന്നാലാണ് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. താങ്ക് യു, ബൈ.